ഹലോ ഗായ്സ്, വീണ്ടും നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വട്ടവടയിലത്തെ ഹണി ബീ, അതായത് ഹണി ഫാക്ടറി. ഇവിടെ പല തരത്തിലുള്ള ഹണീസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ എൻട്രൻസിൽ തന്നെ എന്താ പറയുക, ഒരു ഡെക്കറേഷനായിട്ട് എന്താ പറയുക, ഒരു ബീ ഹൈവ് ഇവിടെ നല്ലതായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇവരിവിടെ എല്ലാ ബീസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ക്വീൻ ബീസ്, വർക്കർ ബീസ്, മെയിൽ ബീസ്, ഫീമെയിൽ ബീസ്, ഇതെല്ലാത്തിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് ലിസൺ ചെയ്യണം. തേനും പൂമ്പൊടിയൊക്കെ കഴിച്ചു ചേർക്കലും പിന്നെ റാണിയുമായിട്ട് മേറ്റ് ചെയ്യുന്നതോടുകൂടി ചത്തുപോവാണ് മെയിൽ ബീസ്. ഫീമെയിൽ ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കർ ബീസ് എന്നറിയപ്പെടുന്നത്. ഇവരാണ് ഒരു തേനീച്ചക്കൂട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത്. കൂടുണ്ടാക്കുന്നതും കൂടിനെ സംരക്ഷിക്കുന്നതും റാണിയെ സംരക്ഷിക്കുന്നതും പിന്നെ ഹണി കളക്ട് ചെയ്തുകൊണ്ട് നറകളെ സൂക്ഷിക്കുന്നതും പിന്നെ ഈ റാണിയെ സെലക്ട് ചെയ്തെടുക്കുന്നതും ഈ ഫീമെയിൽ ബീസ് ആണ്. ഇവരെങ്ങനെയാണ് ഇവരെ റാണിയെ സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫീമെയിൽ ബീസിൽ തന്നെ പ്രായം കുറഞ്ഞ ബീസ് ഉണ്ട്. അതായത് അഡൽട്ട് ബി ആയി ഒരു 6 മുതൽ 15 ദിവസം മാത്രം പ്രായമുള്ള ഫീമെയിൽ ബീസ്. അവരുടെ തലയിലുള്ള കൊമ്പുകളില്ലേ, ആ രണ്ടും അവരുടെ ഗ്രന്ഥികളാണ്. ഹൈപ്പോഫരീജിയൻ ഗ്രന്ഥിയും മാൻഡിബുലാർ എന്ന് പറഞ്ഞ ഗ്രന്ഥിയും. ഈ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന 2 സ്രവങ്ങൾ ദ്രാവക രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതിന് പറയുന്ന പേര് റോയൽ ജെല്ലി എന്നാണ്. ആ റോയൽ ജെല്ലി അവർ ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ല് നോക്കി സെലക്ട് ചെയ്ത് ആ റോയൽ ജെല്ലി അവർ അതിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ സെല്ലിൽ ഓൾറെഡി ഒരു തേനീച്ചയുടെ മുട്ട വിരിഞ്ഞ് പുഴു സ്റ്റേജ് ഉണ്ടാവും. ആ പുഴു എന്നിട്ട് ആ റോയൽ ജെല്ലി ഫീഡ് ചെയ്ത് ഒരു ലാർവ സ്റ്റേജ് വന്ന് പിന്നീട് അതൊരു പ്യൂപ്പ സ്റ്റേജിലേക്ക് മാറി പിന്നീട് കുറച്ച് ദിവസം സമാധി സ്റ്റേജിൽ കിടന്ന് തേനും വെള്ളവും പൂമ്പൊടിയൊക്കെ കഴിച്ച് ഒരു 16 ദിവസത്തിനുള്ളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്വീൻ ആയിട്ട് മാറി വരാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടായി വരുന്ന ആ ക്വീൻ അത്രയ്ക്ക് സ്ട്രോങ് ഉള്ളതല്ല എന്നുണ്ടെങ്കിൽ, അതായത് പെർ ഡേ 2000 എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ടാവണം. ആ കപ്പാസിറ്റി അതിനില്ല എന്ന് ഈ ഫീമെയിൽ ബീസിന് തോന്നുകയാണെങ്കിൽ ഈ ഫീമെയിൽ ബീസ് തന്നെ ഈ ക്വീനെ കൊന്നു കളഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ റോയൽ ജെല്ലി പ്രൊഡ്യൂസ് ചെയ്ത് മറ്റൊരു പുതിയ ക്വീനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു തേനീച്ച കൂട്ടിലെപ്പോഴും നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, ഇത് ഇൻക്ലൂഡ് ചെയ്ത് ചെറിയൊരു വിഷ്വൽ ഉണ്ട്, കണ്ടിട്ട് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകാം. എന്താണ് അപ്പോൾ ഇവർ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിനകത്തുള്ള പ്രോഗ്രാംസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊള്ളാത്തത് കൊണ്ട് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും മറക്കാണ്ട് കാണണം കേട്ടോ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി. ബൈ.